എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം എന്നത്തെയും പോലെ തന്നെ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട്, രണ്ടുപേരെയും കൊണ്ട് എങ്ങനെ, എല്ലാവർക്കും ഒരാളെ കൊണ്ട് പോലും പറ്റുന്നില്ല, അപ്പം രണ്ടുപേരെയും കൊണ്ട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാറില്ല, ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഞാൻ വിട്ട് കളയും. പിന്നെ നമുക്ക് എന്തായാലും ആഹാരം കഴിക്കാതിരിക്കാൻ എന്തായാലും പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കും. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കളയും കേട്ടോ. പിന്നെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. ബാക്കിയൊക്കെ പിന്നെ ആരെങ്കിലും കൂടെ ഉള്ള സമയത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തുണി കഴുകുന്നതായാലും അപ്പം ഏട്ടനോ അല്ലെങ്കിൽ അമ്മ വരുമ്പോഴോ ഒക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഏട്ടനൊക്കെ സഹായിക്കും തുണി കഴുകാനും ഒക്കെ. പാവ ഭയങ്കര ബഹളമാണ് കേട്ടോ, ഞാൻ ഇറക്കി തളയാൻ നിർത്തി. എന്തൊക്കെയോ എന്നോട് പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ചിട്ടെന്ന് വെറുതെ ഓരോ ദിവസം ഓരോ രീതിയാണ്, എന്നും ഒരേപോലെ ഒന്നും അല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ്. പിന്നെ അല്ലാണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ മാറ്റിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ വൈകിട്ട് കുളിക്കും, ചിലപ്പോൾ രാവിലെ കുളിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ സമയവും കാലം, അങ്ങനെ നേരവും കാലവും ഒന്നുമില്ല, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുക. ഇവര് ബഹളം ഉണ്ടാക്കാതിരിക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം അവർ എപ്പോൾ പറയുന്നു കുളിക്കണം എന്ന് പറയുന്ന അപ്പോൾ കുളിപ്പിക്കും, കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ കുളിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. കുളിക്കണ്ട ഇന്ന് കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുളിപ്പിച്ചു, വിളിച്ചുകൊണ്ട് പോയി ഭയങ്കര വഴക്കൊക്കെ ഇട്ട് കുളിപ്പിച്ചതാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിനാട്ടോ വൈശ്യക്ക് ഇങ്ങനെ കിടന്ന് കരയുന്നത്. വൈശ്യക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയും. പാട്ട് വെച്ച് കൊടുക്കാം വൈശ്യക്ക് ബ്ലൂടൂത്തിൽ പാട്ട് വെക്കണമെന്നില്ലയോ? ബ്ലൂടൂത്ത് എന്ത് ചെയ്യേ കിടക്കുന്ന നമ്മുടെ ബ്ലൂടൂത്ത്? പാട്ട് വെക്കാം. രാവിലെ തന്നെ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇനി കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്കിന് നമുക്ക് ഫുഡ് കൊടുക്കണം. കഞ്ഞിയാണെന്ന് കഞ്ഞി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ഏട്ട കഴിച്ചിട്ട് പോയി. അപ്പം കുറച്ച് കഴിച്ചു, വാവ കുറച്ച് കഴിച്ചു കേട്ടോ. വൈശു ഇതുവരെ കഴിച്ചില്ല, വൈശുവിന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഇനി വൈശുവിന് കോരി കൊടുക്കണം. അപ്പം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോരി കൊടുക്കണം, അല്ലെങ്കിൽ അവൾ തനിയെ കഴിക്കും കേട്ടോ. മിക്കവാറും ആഹാരം എല്ലാം രണ്ടുപേരും തനിയാണ് കഴിക്കുന്നത്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോരി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കഴിക്കത്തില്ല. ഇന്നലെ അതുപോലെ ഉച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുത്തതില്ല, അവൾ കഴിച്ചില്ല കേട്ടോ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അപ്പം എന്തായാലും കുളിച്ചല്ലേ, നമ്മളൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചോ. ഞാനെൻ്റെ കണ്ണൊക്കെ ഒന്ന് എഴുതാണ് ചെറുതായിട്ട്, ഒരുപാട് വലുതായിട്ടൊന്നും എഴുതുന്നില്ല, ചെറുതായിട്ട്. ഇനിയിപ്പം നമുക്കൊരു പൊട്ടൂട് ഇടാം കേട്ടോ. സുന്ദരിയായോ? ഞാനപ്പോൾ ഒരുങ്ങി കേട്ടോ. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, ചുമ്മാ കണ്ണെന്ന് എഴുതി പൊട്ടിട്ട്. ഇനി നമുക്ക് വൈശുവിനെ ഒരുക്കട്ടെ. വൈശു ചില സമയത്ത് വിളിച്ചാൽ വൈശു വരും കേട്ടോ. വൈശു ഒന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യും. ചില സമയത്ത് നമ്മളിനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വൈശു വരത്തില്ല, ഒരുങ്ങത്തുമില്ല. അവളായിട്ട് തോന്നി വരണം, ഏത് കാര്യമായാലും, എന്തായാലും, ആഹാരം കഴിക്കാനായാലും, ഒരുങ്ങാനായാലും, കുളിക്കാനായാലും, പഠിക്കാനായാലും എല്ലാം അവളായിട്ട് വരണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിനി എത്ര അടി കൊടുത്തെന്ന് പറഞ്ഞാലും അവൾ ചെയ്യില്ല കേട്ടോ അക്കാര്യം. അടി കുറേ മേടിച്ച് കൂട്ടുന്നല്ലാണ്ട് ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. എഴുതട്ടെ. പൊട്ട് അഭിനയോ? അഭിനയം കൂടുതല. കണ്ടെഴുതണം എന്നാ പറയും.
കണ്ണിനകത്തൊന്നും പറ്റിയില്ല, സാരമില്ല. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് പിടിക്കും. ഞാൻ കഞ്ഞി കുടിക്കുന്ന വയസ്സു എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. വയസ്സിന് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞിട്ടും വയസ്സ് കോരിക്കൊരി കുടിക്കുക കേട്ടോ. ഞാൻ എന്നും കഞ്ഞി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വയസ്സ് പറയും വേണ്ടാന്ന് പറയും. ഉണ്ടാക്കി കഴിയുമ്പോൾ കോരിക്കൊരി കുടിക്കും. അതാണ് വയസ്സിൻ്റെ സ്വഭാവം കേട്ടോ. പക്ഷെ വേറെ എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ അവള് കഴിക്കത്തില്ല. പുട്ടോ ഒക്കെ ആണെങ്കിൽ കഴിക്കില്ല എന്ന് പറയും. അവള് കൊടുത്താലും അവള് കഴിക്കില്ല. പക്ഷെ കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞാലും അവള് കോരി കഴിക്കും കേട്ടോ. ഇതുണ്ട് ബിരിയാണി അരിയുടെ കൂട്ടത്തുള്ള വലിയ അരിയാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് പച്ചരിയാണ്, കണ്ടാൽ പറയത്തില്ലെങ്കിലും. അപ്പം ഇന്നലെ നമുക്ക് മുരിങ്ങയ്ക്കായും തക്കാളിയും കൂടെ കറി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ കറി വെക്കാം. ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. പുറത്തൊക്കെ ആരണ്ടൊക്കെ നിൽക്കുന്നു. ആരണ്ടൊക്കെ നിന്ന് എന്നെ നോക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുകയാണോ എന്ന് സംശയം. ഇത് കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് തൊലി ചെത്തി കളയണ്ട കേട്ടോ. ഇങ്ങനെ അങ്ങ് കളയാം. അപ്പം ഈ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചിരണ്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള തൊലിയുള്ള മുരിങ്ങയ്ക്കാണെങ്കിൽ എനിക്കിങ്ങനെ ചിരണ്ടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഫുള്ള് ചീകി എടുത്ത് കളയാറാണ് പതിവ്. അപ്പം ഇത് നല്ല നൈസായിട്ടുള്ളതായതുകൊണ്ട് ഇങ്ങനെ ചിരണ്ടിയാൽ മതി കേട്ടോ. അഴുക്കൊക്കെ നന്നായിട്ട് പോകും തൊലിയൊക്കെ. ഇച്ചിരി തൊലിയൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. വലിയ കട്ടിയൊന്നും ഇല്ലാത്ത തൊലിയാണ് കേട്ടോ. അതുകൊണ്ട് ശകലം തൊലിയൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് എല്ലാം കൂടി ഇങ്ങനെ കണ്ടിച്ചിങ്ങനെ ഇട്ട് കറിക്കകത്തിടാം കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇത്രയും നീളത്തിൽ കണ്ടിക്കട്ടെ. ഇതിനി നമുക്ക് കീറേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ അങ്ങ് കിടന്നോളൂ. നമുക്ക് എന്തുവാമേ, ഇത് ഇച്ചിരി കട്ടിയുള്ള തൊലിയാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഇതാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇത് കുറച്ച് കട്ടിയുണ്ട്. എനിക്കിങ്ങനെ ഫുള്ളെടുത്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് ഇച്ചിരി പാടുള്ള പണിയാണ്. ചിരണ്ടുവാണെങ്കിൽ ഇത്രയും പണിയില്ല. പെട്ടെന്ന് അങ്ങ് ചിരണ്ടി കളയാമല്ലോ. ഇത് ഇങ്ങനെ എടുത്ത് കളയേണ്ടതായതുകൊണ്ട് ഇച്ചിരി പാടുണ്ട് കേട്ടോ. വൈശു ഇവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അടങ്ങിയിരി. ഇപ്പോൾ വൈശു ഇവിടെ നിന്ന് TV കാണുമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു വീഡിയോയിൽ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഓഫാക്കി വെക്കാമെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോയിലൂടെ സംസാരിക്കുമ്പം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ശരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരും കിടന്ന് ബഹളമായിരിക്കും, അല്ലെങ്കിൽ TVയോ പാട്ടോ എന്തെങ്കിലും വെച്ചിട്ട് കേൾക്കും. ഇപ്പം നമ്മളിതുപോലെ ജോലിയൊക്കെ ചെയ്യുമ്പം ആണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഇവരെ അടക്കിയിരുത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പം അന്നേരം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവർ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ TV കാണണം. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള പണി.
കുറച്ച് സമയം എടുക്കുള്ളൂ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ഞാൻ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കും. എന്താണെന്ന് വെച്ചാൽ ഇവരെപ്പോഴാണ് ബഹളമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത്രയും നേരം അവരെ എങ്ങനെയെങ്കിലും ടി വി കണ്ടോ പാട്ട് വെച്ച് കൊടുത്തോ എങ്ങനെയെങ്കിലും ഇരുത്തുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് സംസാരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അല്ലാണ്ട് വോയിസ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ വോയിസ് കൊടുക്കേണ്ടി വരുമ്പോഴെന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് വേണം ചെയ്യാൻ. അതുപോലെ വാവ ഉറങ്ങുന്ന സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. വാവ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ തന്നെ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വാവ ഉറങ്ങുന്നത് തന്നെ. അപ്പം ഞാനിതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഡെയിലി വീഡിയോ ഇടാത്തത്. പിന്നെ കുറേ പേര് ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൂടെ. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനെന്നൊക്കെ. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞാൽ വാവ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവളൊന്നും സമ്മതിക്കത്തില്ല, അവൾ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഇപ്പം അവൾ ഉറങ്ങുവാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടാൽ മതി, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൾ ഇവിടെ വന്നിടുന്ന് ബഹളം വെക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവൾ വീഡിയോ എടുക്കും, അവൾ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നിർബന്ധമാണ് അവൾക്ക് കൂടുതലും. അതുകൊണ്ട് ഞാൻ ഫോൺ കാണാനോ ഒന്നും സമ്മതിക്കത്തില്ല ഇപ്പം. അതുകൊണ്ട് എൻ്റെ ഫോൺ ഉപയോഗം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് വാവ ഓടി വരും. അതുകൊണ്ട് അവൾ വരുമ്പം എങ്ങനെയെങ്കിലും പാത്ത് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കുത്തിയിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പാത്ത് വെക്കും കേട്ടോ. അല്ല അവൾ ഇതിനകത്ത് ഫോണിനകത്തിട്ട് കാണുവാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം റീൽസൊക്കെ കാണുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അവളെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവളാണെങ്കിൽ ഇട്ട് കുത്തി ഇങ്ങനെ നമ്മൾ തല്ലിപ്പൊട്ടിക്കും ഫോണ്. ഒരു വിരൽ വെച്ചാണ് കുത്തുന്നത്, എന്നാലും അതിങ്ങനെ കുറേ പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അത് ഹാങ് ആവത്തില്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മുടെ ഫോൺ കേടാവും. അതുകൊണ്ട് ഞാനങ്ങനെ ഇപ്പോൾ കൊടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഒരുപാട് ബഹളം വെക്കുമ്പോൾ മാത്രം കൊടുക്കും. അത് കാണാൻ വേണ്ടിയിട്ടല്ല അവൾക്ക്, അവൾ കാണില്ല. പക്ഷേ അവൾക്ക് ഇങ്ങനെ കുത്തി ഇങ്ങനെ നീക്കി ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അവൾക്കൊരു സമാധാനം കിട്ടാത്ത പോലെയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ എനിക്ക് ഡെയിലി ഒന്നും വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഡെയിലി വീഡിയോ ഇടണം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് അത് പറ്റില്ല കേട്ടോ, എന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മാത്രമല്ല ഞാൻ കുറേയൊക്കെ അപ്ഡേറ്റഡ് അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസാണ് കൂടുതൽ ഞാൻ ഇടുന്നത്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നേരത്തെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ഞാൻ എനിക്ക് പറ്റുന്നതില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഇതുവരെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഡെയിലി നമ്മൾ ഇതുപോലെ എടുക്കുന്ന വീഡിയോ അന്നോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ ആയിട്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം നമ്മുടെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ കയ്യുറ ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. കയ്യുറ ഇട്ടാലും ഞാൻ ഈ വിരലിൽ കയ്യുറ ഇട്ടിട്ട് ഈ വിരൽ പിടിച്ചിട്ട് ഇങ്ങനെ, ഈ വിരൽ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കയ്യുറ എല്ലാം കീറിപ്പോയി കേട്ടോ. ഞാനിങ്ങനെ ഉപയോഗിച്ച് കുറേ 2-3 കീറിപ്പോയി. നല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇവിടെ കാണുന്നില്ല. ഈ വാവ ഇടയ്ക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു പോകും. അങ്ങനെയാണ് മിക്കവാറും എൻ്റെ സാധനങ്ങളൊക്കെ കാണാതെ പോകുന്നത്. വാവയുടെ കയ്യിൽ കളിക്കുക, വാവ ബഹളം വെക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുത്ത് കൈ കൊടുക്കും. പിന്നെ അത് വൈഷു അടിച്ചുകൊണ്ട് പോകും. വൈഷുവിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഈ മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങ, കുഞ്ഞു മാങ്ങയാണെങ്കിൽ നല്ല വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ. അത് കാണിച്ചു തരാം. ചെത്താനും പറ്റുന്നില്ലല്ലോ. അയ്യോ, കണ്ടോ, നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് മാങ്ങയ്ക്ക്. നമുക്കിനി അരിഞ്ഞ് വെള്ളത്തിൽ ഇടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുളി ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ പുളി കൂടും. അതുകൊണ്ട് നമുക്കിത് അരിഞ്ഞ് വെള്ളത്തിടാം. അപ്പോൾ ഇന്നലെ ഞാൻ തക്കാളി ആയിരുന്നു ഇട്ടിട്ട്, തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടിട്ടുള്ള കറിയായിരുന്നു, തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയായിരുന്നു. അപ്പം അത് നല്ല കറിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മിക്കവാറും എൻ്റെ കറികളൊക്കെ ഫ്ലോപ്പായി പോകാറാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തത് കേട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്കൊരു ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയ കറി നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പം നമ്മൾ ചുവന്നുള്ളിയൊക്കെ അരച്ചിട്ടാണ്, തേങ്ങയിലും അരച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ.
നമുക്ക് ഒരുപാട് പുളി വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ ഇടുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് മാങ്ങ കുറച്ചും കൂടെ കാണാം വേവിച്ചോ അങ്ങനെയെങ്കിലും ഇടാം. അല്ലാണ്ട് കുറച്ചിട്ട് നോക്കാം. പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറവാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇടാമല്ലോ. ഇത്രയും മാങ്ങ ഇവിടെ വെച്ചേക്കാം. പിന്നെ നാളെ കാണാൻ കറി വയ്ക്കുവാണെങ്കിൽ നമുക്കിടാൻ കിട്ടും, ഇല്ലെങ്കിൽ ഇത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ. ഇനി നമുക്കിത് ഈ ചുവന്നുള്ളിയും കൂടി പൊളിച്ചെടുക്കാം. അപ്പോൾ ഇത് കഴുകുന്നതിന് മുമ്പ് എല്ലാം കൂടി അങ്ങ് ചെയ്യാമെങ്കിൽ ഒരുമിച്ച് കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ എല്ലാം കൂടി എടുത്ത് അങ്ങനെ ചെയ്യാറില്ലേ, ഓരോന്നോരോന്നായിട്ടാണ് എടുക്കുക കഴുകുക ഇങ്ങനെയാണ് ചെയ്യാറ്. ഇന്നിപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് എടുത്ത് വെക്കാമെങ്കിൽ നമ്മുടെ ക്യാമറയുടെ വർക്ക് കുറയുമല്ലോ. അല്ലെങ്കിൽ ഇത് എടുത്ത് അരിഞ്ഞ് പിന്നെ കഴുകി പിന്നെ വരുമ്പോഴത്തേക്ക് കുറേ നമ്മുടെ സമയവും പോവും. അതുപോലെ തന്നെ ഫോണിൽ കുറേ സ്പേസും കുറയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിരുന്നിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് കഴുകും. അപ്പം കഴുകുന്ന സമയം നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. സാധാരണ ഞാനിവിടെ ചെയ്യുമ്പോൾ ഓരോന്നെടുത്ത് കഴുകി, എനിക്കിങ്ങനെ എപ്പോഴും കൈ കഴുകിയിരിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല കേട്ടോ. അന്നേരം ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കയും ഉള്ളിയെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കയും അതുപോലെ മാങ്ങയും എല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ വലിയ മുരിങ്ങയ്ക്ക മാത്രം ഞാനിങ്ങനെ രണ്ടായിട്ട് കീറി ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ഇടുന്നത്. ഇച്ചിരി കുറച്ച് വലിപ്പം തോന്നിക്കുന്നത് മാത്രം ഞാൻ കീറിയിടാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇത് വെന്താകുമ്പോഴത്തേക്കങ്ങ് അവിയുന്ന അളിഞ്ഞതുപോലെ അങ്ങ് ആകും കേട്ടോ. ഈ ചെറുതൊക്കെ അതിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് ആയിക്കോളും. അപ്പം ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നത് മാത്രം ഞാനിങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കയും അതുപോലെ മാങ്ങയും ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഉള്ളി ഇടുന്നില്ല കേട്ടോ. നമ്മൾ അരയ്ക്കുന്നതിനകത്ത് കുഞ്ഞുള്ളി അരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉള്ളി ഇടുന്നില്ല. മാങ്ങ ഇട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. സാധാരണ നമ്മൾ തക്കാളിയല്ലേ വെക്കുന്നത്, തക്കാളിക്കറി എന്ന് പറയുന്നത്. ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പിടുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തിരുങ്ങണം, അരയ്ക്കണം, കുറേ ജോലിയുണ്ട്. വാവ ഉറങ്ങുകയാണ്, ഉണരുന്നതിന് മുമ്പ് വേണം ഇതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു പാവയ്ക്കായും കൂടി മെഴുക്ക് വരട്ടാം കേട്ടോ. വേട്ടന് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് പാവയ്ക്കയും കൂടി മെഴുക്ക് വരട്ടാം. അപ്പം പകുതി മതി കേട്ടോ, ഇത് എടുക്കാം. ഇത് നമുക്ക് വെച്ചിരിക്കാം, നാളെ ഉണ്ടാക്കാം. അപ്പം ഇത്ര മതി, ഏട്ടന് മാത്രം മതിയായതുകൊണ്ട് ഇത്രേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് തന്നെ അധികമാണ്. പിന്നെ ഏട്ടനങ്ങ് കഴിച്ചോളും, പാവയ്ക്ക ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാൻ ഒരു കഷ്ണമൊക്കെയാണ് പാവയ്ക്ക എടുത്ത് കഴിക്കുന്നത്. ചിലപ്പോഴൊക്കെ തിന്നും കേട്ടോ, ചിലപ്പോഴൊന്നും തിന്നത്തില്ല. അപ്പം എൻ്റെ കയ്യിൽ കയ്യുറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിനകത്ത് ഇങ്ങനെ എന്തോ ഒരു പെയിൻ്റ് ആണോ എന്നറിയത്തില്ല, ഈ ഒരു കളറാണ്, തടിയുടെയാണ് ഇത്, സംഭവം തടിയാണ്, പക്ഷെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഈ കത്തി വെച്ചിട്ട് വരഞ്ഞാലൊന്നും ഇതിനകത്ത് പാട് വീഴത്തൊന്നുമില്ല. നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ, നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന സംഭവമാണ്. ഇത് എവിടെ നിന്നാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല, മേടിച്ചതാണോ അല്ലെങ്കിൽ വേറെ വല്ലതും കിട്ടിയാണോ എന്ന് എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം.
അപ്പോൾ എൻ്റെ നേരത്തെ ഇരുന്ന് ഇതുപോലെ തന്നെ ഒരു പിച്ചാത്തിയായിരുന്നു. അത് മുറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ കട്ട് ചെയ്തപ്പോഴൊക്കെ ഭയങ്കര പാട് വിട്ടത്. അപ്പോൾ ഇത് ഞാൻ മാറ്റിയെടുത്തി, ആ കത്തി മാറ്റിയിട്ട് മുറിയുന്ന എടുത്തിട്ട് അത് രണ്ടും ഒരേപോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇത് ഇച്ചിരി വലുതും അത് കുഞ്ഞതുമാണ്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അന്നേരം അത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. കത്തി മാറിപ്പോയി. ഇതിന് അത്യാവശ്യം മൂർച്ചയുണ്ട്. എനിക്ക് കത്തിക്ക് ഒരുപാട് മൂർച്ച വേണ്ട. എന്താണെന്നറിയോ, എൻ്റെ കൈ പെട്ടെന്ന് മുറിയും. അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അതുകൊണ്ട് അരിയാനും എടുക്കാനും ഒക്കെ ഭയങ്കര താമസം കേട്ടോ. ഞാനിങ്ങനെ പേടിച്ച് ഓരോന്നൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞാണ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കൈയൊക്കെ മുറിയുന്നത്. പിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരു കുഞ്ഞു മുറിവായാലും ഒരു സൂചി കുത്തുന്ന മുറിവായാലും എനിക്ക് തന്നെ ഞാനത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും അങ്ങനെയാണ്, കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴും അതുപോലെ തന്നെ, മാറിയിട്ടില്ല ആ ശീലം. അമ്മയും ദേവൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും അതിന് കേട്ടോ. വഴക്കും പറയും, ഇച്ചിരിയല്ലേ മുറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഭയങ്കര കാര്യമാണ്, എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ കട്ടിംഗ് ബോർഡ് പക്ഷെ നല്ല അടിപൊളി കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതിനകത്ത് ഇത് എന്താ ചെയ്തേക്കുന്നത് എനിക്കറിയില്ല. ഇത് പെയിൻ്റ് ആണോ അതോ വേറെ വല്ലതും ആണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയേ. അതുകൊണ്ട് അമ്മച്ചി വീഡിയോ ഓണാക്കി വെച്ചേക്കുന്നു വാവയെ കാണിക്കാൻ. കണ്ട, വാവ ഉണർന്നു. ഇനി നമ്മുടെ ജോലിയൊക്കെ പാടാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ തിരിങ്ങണം, അരയ്ക്കണം, എല്ലാം അടുപ്പത്ത് വെക്കണം. നമ്മൾ മുരിങ്ങയ്ക്കയും മാങ്ങയും അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിനി അരപ്പും കൂടി ചേർത്താൽ മതി. പൈസയ്ക്ക് ക്യാമറ കാണുമ്പോൾ നാണം വരുന്നു കേട്ടോ. ഇല്ലേ നാണം വരുന്നോ? അങ്ങോട്ടൊക്കെ ഹായ് പറയുക. ഹായ് ഹായ് പറ. ഹായ് ഹായ്. എന്താണ് ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? അതെങ്ങനെയൊക്കെ ആക്കുന്നേ? അതെങ്ങനെയൊക്കെ ആക്കുന്നേ? ഇനി കുറേ നേരത്തേക്ക് ഇങ്ങനെ കേട്ടോ. എൻ്റെ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറേ നേരം എൻ്റെ മടിയിലിരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളിക്കാരി താഴോട്ട് ഇറങ്ങുന്നത്. അതുവരെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബഹളമായിരിക്കും കേട്ടോ. കച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളും. ഇല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ജോലി ചെയ്യരുത് കേട്ടോ. അവിടെ അടുത്ത് പോയി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ അവിടെ നിന്ന് കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ അവൾ എന്തായാലും കരയും. ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. മാമേ, വിജയ് പാപ്പ ഉണ്ടാക്കട്ടെ? ചോറ് തിന്നണ്ടേ? കറി വെക്കട്ടെ? മൂക്ക് വേണോ? മുരിങ്ങയ്ക്ക വേണോ? മാവിക്ക് മുരിങ്ങയ്ക്ക ഇഷ്ടം കേട്ടോ. മുരിങ്ങയ്ക്ക ഇങ്ങനെ കടിച്ച് തിന്നും മാവ. ഇല്ലേ? തിന്നത്തില്ലയോ? ഇഷ്ടമല്ലേ? പറ ഇഷ്ടമാണോ അല്ലയോ ഒന്ന്. ആണെന്ന് പറ. വൈശിക എൻ്റെ ഫോൺ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് വൈശിക. ഇല്ലേ വൈശിക? വൈശിക എൻ്റെ ഫോൺ എടുത്തിട്ട് കളിക്കുമല്ലയോ? വൈശിക ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. വൈശിക തന്നെ മിക്കുവിനെയൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയാണ് ഇവിടെ ഇരുന്ന്. അയ്യോ, എൻ്റെ ഫോൺ വെച്ചെന്തോ കാണിക്കുന്നുണ്ട്. അറ വീണ് പൊട്ടിപ്പോ. ഇവിടെ വെക്ക്,
ഇവിടെ വെച്ച് നമുക്ക് കാണാമല്ലോ. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അണ്ട മിക്കുനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ മിക്കു വേണ്ട, മിക്കുമുയല് കണ്ടോ? ഇതാണ് കേട്ടോ മിക്കുമുയല്. വൈശികയുടെ മിക്കുമുയലും മിക്കുമുയല്. വൈശുവിൻ്റെ ആന, വൈശുവിൻ്റെ തുമ്പിയാന. വൈശു ഭയങ്കര ആന ഫാനാണ് കേട്ടോ. ആനയുടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് വൈശു. ഇല്ല വൈശു എവിടെ പോയാലും ആനയെ മേടിക്കുള്ളൂ. പിന്നെ ഇത് വൈശുവിൻ്റെ പാവയായിട്ട് വൈശുവിന് ഒരാൾ കൊടുത്തതല്ല, വൈശു എടുത്തതാണ്. പിന്നെ വൈശു കുഞ്ഞായതുകൊണ്ട് ഇത് കൊടുത്തതാട്ടോ. ഇത് പാവ. ഇത് കുഞ്ഞിലെ വൈശു ഇത് വെച്ച് കിടന്ന ഉറങ്ങത്തോളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. പണ്ട് ഇത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന ഉറങ്ങിയാലേ ഒക്കെ ഉറക്കം വരുത്തോളായിരുന്നു വൈശുവിന്. വൈശികയുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. അവിടെ കൈ കൊടുത്തിട്ട് വന്നാലും ശരിയാവത്തില്ല, തറയിലെടുത്തിട്ട് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി. അപ്പം മുളക് പൊടി നമ്മൾ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി 2 സ്പൂൺ ഉണ്ട് കേട്ടോ. എരി കുറച്ച് മതിയായതുകൊണ്ട് കുഞ്ഞ് സ്പൂണിനുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കറി വെക്കാം. അപ്പം ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് അരച്ച് നമ്മൾ കറിയിൽ ചേർത്തിട്ട് വേവിക്കേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറയേണ്ട കാരണം ഇതാണ് കേട്ടോ. ദേ ഈ നിൽക്കുന്നത് എന്ത് മാവേ? എന്താ ചേച്ചിയോ? ചേച്ചി എന്തോ ചെയ്ത്? അപ്പോൾ വൈശികയുടെ കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത് കേട്ടോ. ചേച്ചി ഏതാണ്ട് ചെയ്തൊന്നും. നീ എന്തുവാന്ന് പോയി നോക്കട്ടെ. അപ്പം അപ്പോൾ ഈ വാവിയും വൈശുവും കൂടെ ഇവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാം തൂത്തൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൊണ്ട് രണ്ടുപേരും കൂടി വന്ന് കളിപ്പാട്ടം എല്ലാം തട്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ടീപ്പുമാണ് കേട്ടോ. അത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഷീറ്റൊക്കെ വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പണിയാണ്. ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നത്തെയും പോലെ തന്നെ വൈകിട്ട് ഇനി വൈശു ചിലപ്പോൾ പഠിക്കാൻ പോകും, ചിലപ്പോൾ പഠിക്കാൻ പോകത്തില്ല. ചിലപ്പം ഇതിൽ ചിലപ്പോൾ പഠിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ പോകത്തില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കൊണ്ടുവിടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയും നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ലെങ്തി ആയിപ്പോവും, അപ്പം നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ ഇനി അടുത്ത വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ ബൈ. Ta-ta.